ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചന വിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് നമുക്ക് ധ്യാന വിഷയമായി നൽകുന്നത് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. കൽദായരുടെ കരങ്ങളിൽ നഗരം ഏൽപ്പിക്കപ്പെട്ടിട്ടും സാക്ഷികളെ മുൻനിർത്തി നിലം വിലയ്ക്ക് വാങ്ങുക എന്ന് ദൈവമായ കർത്താവെ അവിടുന്ന് എന്നോട് കൽപ്പിച്ചുവല്ലോ. സ്നേഹമുള്ളവരെ, ജെറമിയ പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകന് പിടികിട്ടാത്ത, എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്ത ഒരു കാര്യം ദൈവം ജെറമിയ പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ജെറമിയ പ്രവാചകൻ അത് ദൈവത്തോട് പ്രാർത്ഥനാരൂപത്തിൽ ചോദിക്കുകയാണ്. ദൈവമേ, ഈ ദേശം മുഴുവനും കൽദായർ വന്ന് പിടിച്ചടക്കും, പിന്നെ അവരിവിടെയുള്ളവരെയൊക്കെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ കൊന്നുകളയും, ഈ നഗരങ്ങളെയൊക്കെ ചുട്ടു ചാമ്പലാക്കും. ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിൽക്കുമ്പോൾ ദൈവമേ, എന്തുകൊണ്ടാണ് ഈ സ്ഥലം വില കൊടുത്ത് വാങ്ങാനും സാക്ഷികളെ നിർത്തി വില കൊടുത്ത് വാങ്ങുവാൻ അങ്ങ് എന്നോട് കൽപ്പിച്ചത് എന്ന് ജെറമിയ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥനയോടെ ചോദിക്കുകയാണ്. പ്രവാചകന്റെ ചോദ്യത്തിന് ദൈവം പെട്ടെന്നൊരു മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്, 32-ാം അധ്യായത്തിൽ 27-ാം തിരുവചനത്തിൽ ദൈവം കൊടുത്തൊരു ഉത്തരം ഇത് തന്നെയാണ്. ഞാൻ സകല മർത്യരുടെയും കർത്താവായ ദൈവമല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? സ്നേഹമുള്ളവരെ, പ്രവാചകന്റെ ഈ ചോദ്യവും അതിൻ്റെ പിന്നിലുള്ള സാഹചര്യവും ദൈവം നൽകുന്ന ഉത്തരവും പിന്നീട് സംഭവിച്ച കാര്യങ്ങളും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. പ്രവാചകന്റെ ഈ ചോദ്യത്തിൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ അവിടെ ഭരിച്ചിരുന്നത് സെദക്കിയ രാജാവാണ്. ജെറുസലേം ഭരിച്ചിരുന്നത് സെദക്കിയ രാജാവാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയോ നിയമങ്ങൾ പാലിക്കുകയോ ചെയ്യാതെ അദ്ദേഹം പല കൽപ്പനകളും, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് ദൈവത്തെ വേദനിപ്പിച്ച് ഉള്ളൊരു ഭരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം പ്രവാചകനിലൂടെ പറഞ്ഞു, ഇങ്ങനെ ദൈവത്തെ ഉപേക്ഷിച്ച് പാപങ്ങൾ ചെയ്ത് ഈ രാജാവ് ഈ ജനത്തെ നയിക്കുന്നത് കൊണ്ടും ജനങ്ങൾ അതനുസരിച്ച് തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നത് കൊണ്ടും ഞാൻ ഈ ദേശത്തെ കൽദായരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. കൽദായർ വരും, ഇവിടെ ഇതൊക്കെ വന്ന് നശിപ്പിച്ച് കളയും, ഈ നഗരങ്ങളെ ചുട്ട് ചാമ്പലാക്കും, ഇവിടെയുള്ളവരെയൊക്കെ പിടിച്ചുകൊണ്ടു പോകും എന്നുള്ള വലിയൊരു പ്രവചനം നടക്കാൻ പോകുന്ന കാര്യം പ്രവാചകനിലൂടെ രാജാവിനെ അറിയിക്കുകയാണ്. അതാണ് സാഹചര്യം. പക്ഷേ ഈ രാജാവ് ഇതൊന്നും അനുസരിക്കാനോ മനസ്സിലാക്കാനോ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ജെറമിയ പ്രവാചകൻ ഇത് പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്നുള്ള രാജാവിൻ്റെ പ്രതികരണം, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവചിച്ചതെന്ന് പറഞ്ഞ് ജെറമിയ പ്രവാചകനെ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ജെറമിയ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചത് സ്വീകരിക്കാനോ അംഗീകരിക്കാനോ സെദക്കിയ രാജാവ് തയ്യാറായില്ല. അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവം ഈ പ്രവാചകനോട് തന്നെ പറയുകയാണ്, നിൻ്റെ അടുത്ത് ഒരാൾ വരും, അദ്ദേഹത്തിൻ്റെ സ്ഥലം നിന്നോട് വാങ്ങാൻ പറയും. അപ്പോൾ നീ ആ സ്ഥലം നീ വാങ്ങണം, അതിന് വില കൊടുക്കണം, അതിൻ്റെ ആധാരം ചെയ്ത് കിട്ടുന്ന അതിൻ്റെ ആധാരവും മറ്റു കാര്യങ്ങളൊക്കെ നീ സൂക്ഷിച്ചു വെക്കണം, സാക്ഷികളെ നിർത്തി നീ ഈ കാര്യങ്ങളെ, ഈ കച്ചവടമൊക്കെ ചെയ്യണം എന്ന് പ്രവാചകനോട് പറഞ്ഞു. അപ്പോൾ സ്നേഹമുള്ളവരെ, പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. പ്രവാചകന്റെ ഉള്ളിലുള്ള ചിന്ത ഇതായിരുന്നു, സംശയം ഇതായിരുന്നു. ഈ കൽദായർ വന്ന്, നെബൂഖദ്നേസർ രാജാവാണ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സൈന്യവും വന്ന് ജെറുസലേമിന് ചുറ്റും വന്ന് ഇവർക്ക് ഉപരോധം ഏർപ്പെടുത്തി. അപ്പോൾ യൂദ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്, അവർക്ക് ഈ വലിയ സൈന്യത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അങ്ങനെ ഈ വലിയൊരു ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ ഈ പട്ടണത്തിലേക്ക് അവിടെയുള്ളവർക്ക് വെള്ളം കിട്ടാനും ഭക്ഷണം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെ അവിടെ താമസിക്കുന്ന ആളുകളുടെ കാര്യവും പട്ടണത്തിൻ്റെ കാര്യവും എല്ലാം നാശത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴാണ്, ഈ ഉപരോധത്തിലായിരിക്കുമ്പോഴാണ് ദൈവം പ്രവാചകനോട് പറയുന്നത്, നീ പണം കൊടുത്ത് ഇവിടെ ഒരു സ്ഥലം വാങ്ങണം, അതിന് സാക്ഷികൾ ഉണ്ടാകണം,
നീ ആ സാക്ഷികളുടെ മുമ്പിൽ വെച്ച് ഇത് ചെയ്യണം, പിന്നെ അതിൻ്റെ ആധാരം സൂക്ഷിച്ചു വെക്കണമെന്ന്. പ്രവാചകൻ ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം വേറൊരു രാജാവ് വന്ന് പിടിച്ചടക്കാൻ പോകുന്ന ഈ പ്രദേശം, ഇവിടുത്തെ ജനങ്ങൾ നാടുകടത്താൻ പോകുന്ന ഒരു സമയത്ത് എന്തിനാണ് ദൈവം കയ്യിലുള്ള പണം കൊടുത്ത് ഈ സ്ഥലം വാങ്ങാൻ പറയുന്നത്? അത് പ്രവാചകന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, പ്രവാചകൻ്റെ ഉള്ളിൽ, ജെറമ്യാ പ്രവാചകൻ്റെ ഉള്ളിൽ വലിയൊരു ചിന്ത ഇതായിരുന്നു: ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ, സാക്ഷികളെ നിർത്തി ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ തീർച്ചയായിട്ടും തന്നെ പുച്ഛിക്കും. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ വേറൊരു രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകുന്ന സ്ഥലത്ത് എന്തിനാണ് കയ്യിലുള്ള പണം കൊടുത്ത് കുറച്ച് സ്ഥലം വാങ്ങി വയ്ക്കുന്നു? സ്നേഹമുള്ളവരെ, അതിന് ദൈവം നൽകിയ മറുപടി ഇതാണ്: ഞാൻ സകല മർത്യരുടെയും കർത്താവായ ദൈവമല്ലേ, എനിക്ക് എന്തെങ്കിലും അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ദൈവം പ്രവാചകനെയും ആ ജനത്തെയും സാക്ഷികളായി നിന്നവരെയും പഠിപ്പിക്കാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്: ഇതെല്ലാം നശിപ്പിക്കപ്പെടും, ഇവിടെ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും, പക്ഷേ ഈ നഗരത്തെയും ഈ പ്രദേശത്തെയും ഞാൻ വീണ്ടും പുനരുദ്ധരിക്കും. ഈ വാങ്ങിയ സ്ഥലത്തിനും ഈ ആധാരത്തിനൊക്കെ അപ്പോൾ അതിൻ്റെ പ്രയോജനമുണ്ടാകും. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അത്. അതുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനൊരു ചോദ്യം പ്രാർത്ഥനാ രൂപത്തിൽ ദൈവത്തോട് ചോദിക്കുന്നത്. സ്നേഹമുള്ളവരെ, പ്രവാചകൻ ആദ്യം പ്രവചിച്ച പോലെ തന്നെ നെബൂഖദ്നേസർ അങ്ങനെ അവരുടെ പ്രദേശം മുഴുവനും കീഴടക്കി. അങ്ങനെ ഈ സെദക്കിയ രാജാവിൻ്റെ പുത്രീപുത്രന്മാരെ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് കൊന്നൊടുക്കി. സെദക്കിയ ഓടി രക്ഷപ്പെടാൻ പരിശ്രമിച്ചു. സെദക്കിയെ പട്ടാളക്കാർ പിന്തുടർന്ന് പിടിച്ചു. അങ്ങനെ സെദക്കിയയുടെ 2 കണ്ണും ചൂഴ്ന്നെടുത്തു. അങ്ങനെ ചങ്ങലകളാൽ ബന്ധിച്ച് സെദക്കിയ രാജാവിനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവർ, ഈ പ്രവാചകൻ പ്രവചിച്ചതുപോലെയൊക്കെ സംഭവിച്ചു. ആ സമയത്ത് നെബൂഖദ്നേസർ ജെറുസലേം ആക്രമിക്കുമ്പോൾ ജെറമ്യാ പ്രവാചകൻ ജയിലിലാണ്, തടവറയിലാണ് കിടക്കുന്നത്. അങ്ങനെ സെദക്കിയ രാജാവ് തടവറയിലാക്കിയിരുന്ന ആളുകളെ ഈ നെബൂഖദ്നേസർ പുറത്തിറക്കി അവരെ സ്വതന്ത്രമായി വിടുകയും അങ്ങനെ ജെറമ്യാ പ്രവാചകൻ സ്വതന്ത്രനാവുകയൊക്കെ ചെയ്യുകയാണ്. സ്നേഹമുള്ളവർ, ഈ സംഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ആത്മീയ സത്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്: നമ്മുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ഒരു തരത്തിലും സംഭവിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് സാധ്യമാക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന് ഈ സാഹചര്യം പഠിക്കുമ്പോൾ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു, മറ്റുള്ള ശത്രുക്കൾ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന സ്ഥലത്ത് പണം കൊടുത്ത് ഭൂമി വാങ്ങി അതിൻ്റെ ആധാരം സൂക്ഷിക്കാൻ ദൈവം പറഞ്ഞത് ആ ഉപരോധത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ സമയത്ത് ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഒരു മനുഷ്യനും ചിന്തിച്ചാൽ പിടികെട്ടുന്നതുമായ കാര്യമല്ല. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ അങ്ങനെയാണ്. ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ അങ്ങനെ ചില സാഹചര്യങ്ങളിൽ ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും, അല്ലെങ്കിൽ ദൈവം അയക്കുന്ന ചില വ്യക്തികളിലൂടെ ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണ് ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കും. അപ്പോൾ യുക്തി ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോൾ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോഴും ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോഴും ഒരു തരത്തിലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അത് ബുദ്ധിശൂന്യതയായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷേ ദൈവം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പ്രവർത്തിക്കും, ദൈവത്തിനത് സാധിക്കും എന്നാണ് ഈ സംഭവത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ഉപരോധത്തിൽ ഏർപ്പെട്ടിരുത്തിയിരിക്കുന്ന ഒരു സ്ഥലത്ത് പണം കൊടുത്ത് ഭൂമി വാങ്ങി അതിൻ്റെ ആധാരം സൂക്ഷിച്ചു വയ്ക്കുന്നത് ഈ നഗരവും ഈ പ്രദേശവും ആക്രമിച്ച് ചുട്ട് ചാമ്പലാക്കാൻ ശത്രുക്കൾ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന സമയമാണ്. ഒരു തരത്തിലും യുക്തി അനുവദിക്കുന്ന കാര്യമല്ല, ബുദ്ധി അനുവദിക്കുന്ന കാര്യമല്ല. പക്ഷേ പ്രവാചകൻ ദൈവത്തെ അനുസരിച്ചു. അത് പ്രവാചകൻ്റെ ജീവിതത്തിൽ പിന്നീട് വലിയ അനുഗ്രഹങ്ങളായി മാറുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവർ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ചില ആത്മീയ സത്യങ്ങളാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഇങ്ങനെയാണ്. നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ചെങ്കടലിനരികെ ചെന്നപ്പോൾ ദൈവം അന്ന് പറഞ്ഞു, കയ്യിലുള്ള വടി നീട്ടുക. കയ്യിലുള്ള വടി നീട്ടാൻ പറഞ്ഞു. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു കടലും നീങ്ങിപ്പോവുകയില്ല. പക്ഷെ വടി നീട്ടി അവിടെ ചെങ്കടൽ മാറിപ്പോയി. സ്നേഹമുള്ളവരെ, മോശയോട് ദൈവം പറഞ്ഞു, വെള്ളം ഇല്ലാതിരുന്ന സമയത്ത് വടി കൊണ്ട് പാറമേൽ അടിക്കുക. സാധാരണ പാറമേൽ നമ്മൾ എത്ര അടിച്ചാലും വെള്ളം വരികയില്ല. പക്ഷെ ദൈവം പറഞ്ഞു, മോശ അനുസരിച്ചു, അത് സംഭവിച്ചു. സ്നേഹമുള്ളവരെ, നാമാനോട്
ജോർദാൻ നദിയിൽ പോയി മുങ്ങാൻ പറഞ്ഞു, പോയി കുളിക്കാൻ പറഞ്ഞു. സ്നേഹമുള്ളവരെ, നാമാൻ അതുപോലെ ചെയ്തു. ദൈവം പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. നാമാന് കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടി. അതോടൊപ്പം അന്ധനായ ഒരു മനുഷ്യനോട് സീലോഹ കുളത്തിൽ പോയി മുഖം കഴുകാൻ യേശു പറഞ്ഞു. ആ മനുഷ്യൻ പോയി കഴുകി, ആ മനുഷ്യന് സൗഖ്യം കിട്ടി. സ്നേഹമുള്ളവരെ, ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ ഈശോ പറഞ്ഞു. ആ വെള്ളം നിറച്ചപ്പോൾ അവിടെ അത് വീഞ്ഞായി മാറി. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കുന്നത് പോലെയല്ല ദൈവം ഇടപെടുന്നത്. നമ്മൾ ദൈവത്തെ അനുസരിക്കുകയാണ് വേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ഈ സംഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 2-3 ചിന്തകൾ നമുക്ക് തരുന്നത്, ഒന്ന്, നമുക്കൊരിക്കലും സംഭവിക്കുകയില്ല, ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിനത് സാധ്യമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നമ്മൾ അവിശ്വാസത്തിലേക്ക് പോകരുത്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പഠിക്കാനുള്ളത്, കർത്താവിൻ്റെ സന്ദേശം അറിയിക്കുക മാത്രമാണ് ജെറമ്യ പ്രവാചകൻ ചെയ്ത് സത്യസന്ധമായിട്ട്. പക്ഷേ അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടച്ചു. നീ ആരാണിത് പറയാനെന്ന് പറഞ്ഞ്. സ്നേഹമുള്ള ഒരു മൂന്നാമത്തെ കാര്യം നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് പഠിക്കാനുള്ളത്, ജെറമ്യ പ്രവാചകൻ ഒരു നിരപരാധിയാണ്. ഈ നിരപരാധിയെ പിടിച്ചാണ് ജയിലിലടച്ചത്. നിരപരാധിയെ പിടിച്ച് ജയിലിലടച്ച രാജാവിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ പുത്രിപുത്രന്മാർ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്തു. അദ്ദേഹം അങ്ങനെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് നാട് കടത്തപ്പെടുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നിരപരാധികളെ ഉപദ്രവിക്കുന്നവർക്ക് പല ഇരട്ടിയായിട്ടാണ് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും ശിക്ഷകളും ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, അതോടൊപ്പം നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ ഈ തകർച്ചകളൊക്കെ അവിടെ ജെറുസലേമിലും ആ രാജ്യത്തും വന്നതിൻ്റെ ഒരു കാരണം പാപങ്ങളായിരുന്നു. ചിലപ്പോൾ ചില ജീവിതത്തിലെ ചില പാപങ്ങളും ചില ദൈവകൽപ്പനകളിൽ ലംഘനങ്ങളും പ്രതിസന്ധികളിലേക്ക് നമ്മുടെ സമൂഹങ്ങളെ കൊണ്ടുപോകുന്നു. ഈ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബോധ്യങ്ങളായി മാറാനും നമുക്ക് അതനുസരിച്ച് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ചിന്തിക്കാനുമുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ നമ്മുടെ ജീവിതത്തിലും അർത്ഥം പിടികിട്ടാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉൾക്കൊള്ളാനും ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സാത്താനെ തോൽപ്പിച്ച് ലോകത്തിന്മേൽ വിജയിച്ച് മരണത്തെ ദൂരെയകറ്റാൻ ഉദ്ധിതനായ കർത്താവേ. സാത്താനെ തോൽപ്പിച്ച് ലോകത്തിന്മേൽ വിജയിച്ച് മരണത്തെ ദൂരെയകറ്റാൻ ഉദ്ധിതനായ കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. ആരാധന ആരാധന തിരുവോസ്തിരൂപന് ആരാധന. ആരാധന ആരാധന
തിരുവോസ്തിരൂപനെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ അടുത്തായിരിക്കുന്ന, ഇത്ര സമീപസ്ഥനായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ, ഈശോയുടെ സജീവമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, മക്കളിലേക്ക് നമുക്ക് ഈശോയെ ക്ഷണിക്കാം. സ്നേഹമുള്ളവരെ, പ്രകാശം, ലോകത്തിൻ്റെ പ്രകാശമായി ഈശോ കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ അന്ധകാരവും നീങ്ങിപ്പോകുന്നു. പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, തകർച്ചകളുടെ, വിശ്വാസക്കുറവിൻ്റെ, കലഹങ്ങളുടെ, ഭിന്നതകളുടെ, ഭയങ്ങളുടെ എല്ലാം അന്ധകാരം നീങ്ങിപ്പോകുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ദൈവം പ്രവാചകനോട് ശത്രുക്കൾ തങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം കീഴ്പ്പെടുത്താൻ പോകുന്ന സമയത്ത് വില കൊടുത്ത് നിലം വാങ്ങാനും അതിൻ്റെ ആധാരം സൂക്ഷിക്കാനും പറയുകയാണ്. ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴും യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോഴും ആരും ചെയ്യാത്തൊരു പ്രവൃത്തി ചെയ്യാൻ പ്രവാചകനോട് ദൈവം ആവശ്യപ്പെടുത്തുകയാണ്. കാരണം ദൈവത്തിനെല്ലാം സാധ്യമാണ്. എല്ലാം തകർന്നു പോയാലും, എല്ലാം ചുട്ടുകരിച്ചു കളഞ്ഞാലും, അവിടെയുള്ള ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയാലും, വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ആ നഗരത്തെ പുനരുദ്ധരിക്കാനും ഈ കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആധാരം ഉപയോഗിക്കുവാനും വീണ്ടും ഈ ദേശത്ത് താമസിക്കുവാനും ദൈവം ഇടവരുത്തുമെന്നുള്ള വലിയൊരു പ്രത്യാശ ദൈവം നൽകുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. ശത്രുക്കൾ വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തിയ ആ ജനതയെപ്പോലെ നമുക്കും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. ഒരു തരത്തിലും യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോഴും ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴും അർത്ഥം പിടികിട്ടാത്ത അനുഭവങ്ങളും അല്ലെങ്കിൽ ദൈവം നമുക്ക് കാണിച്ചു തരുന്ന വഴികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ പ്രവാചകനെ പോലെ പ്രാർത്ഥനാ രൂപത്തിൽ ചോദ്യം ചോദിച്ചെങ്കിലും ദൈവം നൽകിയ മറുപടിയിൽ പ്രവാചകൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, ഞാൻ സകല മർത്യരുടെയും കർത്താവായ ദൈവമല്ലേ, എനിക്ക് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? സ്നേഹമുള്ളവർ, അത് തന്നെയാണ് ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും യുക്തിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോഴും, ദൈവം മനുഷ്യർ നമ്മോട് ആവശ്യപ്പെടുമ്പോഴും നമുക്കും ചെയ്യാനുള്ളത് സകല മർത്യരുടെയും കർത്താവായ ദൈവത്തിൻ്റെ ശക്തിയിൽ, ഒന്നും അസാധ്യമല്ലാത്ത ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ ആഴം. കർത്താവെ, ആ വിശ്വാസത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിത അനുഭവങ്ങളും ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവിൻ കൂടെയുള്ളതാ. ഈശോയിൽ സ്നേഹമുള്ളവരെ,
ദൈവം നമ്മോട് ചോദിക്കുകയാണ്, സകല മർത്യരുടെയും കർത്താവായ ദൈവത്തിന് നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചയിലും തളർച്ചയിലും ഇടപെടാനാകില്ലേ? ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ആ ചോദ്യത്തിൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം പ്രിയപ്പെട്ടവരെ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവിൻ കൂടെയുള്ളതാ. 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 എല്ലാ രോഗികളിലേക്കും യേശുവിൻ കൂടെയുള്ളതാ. ആരാധന ആരാധന ആരാധന. യേശുവിൻ കൂടെയുള്ളതാ. മഹത്വം 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 മഹത്വം. യേശുവേ യേശുവേ ആരാധന, യേശുവേ ആരാധന. മഹത്വം മഹത്വം മഹത്വം. നന്ദി 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 നന്ദി. യേശുവേ ആരാധന. മഹത്വം മഹത്വം മഹത്വം. എല്ലാ കുടുംബങ്ങളിലും ഈശോ കടന്നു ചെല്ലട്ടെ. എല്ലാ രോഗികളിലേക്കും ഈശോയുടെ ശക്തി കടന്നു ചെല്ലട്ടെ. എല്ലാ തളർന്നിരുന്നവരിലേക്കും യേശുവിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. അഭിഷേകം ഉണ്ടാകട്ടെ. എല്ലാ അന്ധകാരവും നീങ്ങട്ടെ. പ്രകാശം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, പ്രകാശം നിറയട്ടെ. എല്ലാ തകർച്ചകളിലേക്കും എല്ലാ തളർച്ചകളിലേക്കും ഈശോ കടന്നു വരട്ടെ. അഭിഷേകം നിറയട്ടെ. രോഗികൾ സുഖപ്പെടട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ജോലി തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. സാമ്പത്തിക തകർച്ചകൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന ആരാധന ആരാധന. മഹത്വം മഹത്വം മഹത്വം. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഈശോയ്ക്ക് എല്ലാം സാധ്യമാണ്. യേശുവേ ആരാധന ആരാധന ആരാധന. ഒരിക്കൽ കൂടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിൻ്റെ നിയോഗങ്ങളെയും നമ്മുടെ മക്കളെയും എല്ലാം സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.